പ്രഭാതവന്ദനങ്ങൾ. 1 കൊരിന്ത്യർ 6:19-20 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിയുന്നതിലൂടെ, രക്ഷയിലൂടെ, അനുഭവത്തിലൂടെ വരുന്നതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം അക്നോളജ് ചെയ്യണം ആ പരിശുദ്ധാത്മാവിനെ. ഒരു വിശിഷ്ട അതിഥി വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്രമാത്രം സൂക്ഷ്മതയോടെ നമ്മൾ ജീവിക്കുന്നത് പോലെ അത്രമാത്രം സെൻസിറ്റീവ് ആയിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. രണ്ടാമത്, നമ്മുടെ ശരീരങ്ങൾ നമ്മുടേതല്ല, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒക്കെ റെൻറ്റിനൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കുന്നത് പോലെ അത്രമാത്രം സൂക്ഷ്മതയോടെ പാപം ചെയ്യാതെ നമ്മൾ ജീവിക്കേണ്ട കാര്യമുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അത് കെടുത്തിക്കളയുകയും ചെയ്യുന്ന വചനത്തിലുള്ളത് കൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടാകട്ടെ നമ്മുടെ ഈ വർഷത്തെ ജീവിതം. നമ്മൾ ഒരിക്കലും പാപത്തിൽ വീണു പോവാതെ, പരിശുദ്ധാത്മാവിനെ ഒരു തരത്തിലും കെടുത്താതെ, ദുഃഖിപ്പിക്കാതെ വളരെ സെൻസിറ്റീവായിട്ട് നമുക്ക് ഈ വർഷം ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ, കെടുത്തിക്കളയാതെ, പരിശുദ്ധാത്മാവിനെ അക്നോളജ് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്പന്ദനങ്ങൾക്കും പ്രേരണകൾക്കും അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.